So we completed two different layers, the physical layer and the data link layer. The third layer which we need to discuss of OSI is the network layer. മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയറാണ്. നെറ്റ്വർക്ക് ലെയറിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡ്രസ്സിങ് എന്നുള്ളതാണ് ജോലി. എന്താ ലോജിക്കൽ അഡ്രസ്സിങ്? ഫിസിക്കൽ അഡ്രസ്സിങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ഡാറ്റ ലിങ്ക് ലെയർ ഹാൻഡിൽസ് ദ അഡ്രസ്സിങ് പ്രോബ്ലം ലോക്കലി. പലപ്പോഴും ഈ ഫിസിക്കൽ അഡ്രസ്സിങ് എന്ന് പറയുന്നത് ആ ഒരു നെറ്റ്വർക്കിനകത്ത് വരുന്ന കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ സ്മൂത്തൻ ചെയ്യാൻ ഡാറ്റ ലിങ്ക് ലെയർ ചെയ്യുന്ന ഫിറ്റിംഗ് ആണ്. അതായത് ഡാറ്റ ഫ്രെയിമിനകത്ത് ഒരു ഹെഡർ എന്നുള്ള രീതിയിൽ ഒരു ഫിസിക്കൽ അഡ്രസ്സ് ഫിറ്റ് ചെയ്യും. നേരെ മറിച്ച് ഇഫ് ദ പാക്കറ്റ് പാസസ് ദ നെറ്റ്വർക്ക് ബൗണ്ടറി പോസിബിളി അക്രോസ് മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സ് വി നീഡ് അനദർ അഡ്രസ്സിംഗ് സിസ്റ്റം ടു ഹെൽപ്പ് ഡിസ്റ്റിങ്ക്വിഷ് ദ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ മെഷീൻ. അതായത് നിങ്ങളുടെ ലാബിലിരിക്കുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊരു രാജ്യത്തെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്തെ ഒരു കമ്പ്യൂട്ടറിലേക്കാണ് ഡാറ്റ പോകേണ്ടുന്നതെങ്കിൽ മറ്റൊരു രീതിയിലുള്ള അഡ്രസ്സും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ സഞ്ചരിക്കുന്ന ഡാറ്റ പാക്കറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ജോലി ചെയ്യുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ ആക്ച്വലി ഫിക്സസ് ദ ലോജിക്കൽ അഡ്രസ് in the network packets അല്ലെങ്കിൽ data packets which are transmitted from one computer network to another computer network which are crossing the boundaries എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്ത് ഉള്ളത്. ഓക്കെ, now ഇതിനു വേണ്ടി എന്താണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്? നെറ്റ്വർക്ക് ലെയർ adds a header to the packet coming from the upper layer that among other things including the logical address of the sender and the receiver. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? തൊട്ട് ഒരു സെൻഡിങ് മെഷീനായിട്ട് ആക്ട് ചെയ്യുമ്പോൾ മുകളിലത്തെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് വരുന്ന ഒരു ഡാറ്റ യൂണിറ്റിനെ ഇങ്ങോട്ട് സ്വീകരിച്ചിട്ട് ഈ ഡാറ്റ യൂണിറ്റ് യഥാർത്ഥത്തിൽ മറ്റൊരു നെറ്റ്വർക്കിലേക്ക് പോകേണ്ടതില്ല. അതുകൊണ്ടല്ലേ മുകളിൽ നിന്ന് താഴോട്ട് സിഗ്നലായി മാറാനായിട്ട് വരുന്നത്. അങ്ങനെ നെറ്റ്വർക്ക് ലെയറിലേക്ക് എത്തിച്ചേരുന്ന ആ ഡാറ്റ യൂണിറ്റിനെ ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് നെറ്റ്വർക്ക് ലെയർ സ്വീകരിച്ചിട്ട് അതിനകത്തൊരു ഹെഡർ ഫിറ്റ് ചെയ്യും. ആ ഹെഡറിനകത്ത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉള്ളത്. അതിനെ രണ്ടിനെയും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒന്ന് സോഴ്സ് അഡ്രസ്സും ഒന്ന് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും. അതായത് ഈ മെഷീൻ്റെ ലോജിക്കൽ അഡ്രസ്സ്, അതായത് സെൻഡ് ചെയ്യാൻ പോകുന്ന മെഷീൻ്റെ ലോജിക്കൽ അഡ്രസ്സും ഇത് ഏത് കമ്പ്യൂട്ടറിലാണോ പോകേണ്ടുന്നത് ആ ഡെസ്റ്റിനേഷൻ പോയിന്റിൻ്റെ ലോജിക്കൽ അഡ്രസ്സ്. അപ്പോൾ സെൻഡേഴ്സ് ലോജിക്കൽ അഡ്രസ്സും റിസീവേഴ്സ് ലോജിക്കൽ അഡ്രസ്സും ഈ ഹെഡറിനകത്ത് ഫിറ്റ് ചെയ്യും. ഓക്കെ, ഈ ജോലിയാണ് നെറ്റ്വർക്ക് ലെയർ ചെയ്യുന്നത്. അപ്പം നെറ്റ്വർക്ക് ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ദ ഡാറ്റ പാക്കറ്റ് ഫ്രം വൺ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ടു എ കമ്പ്യൂട്ടർ ഇൻ അനദർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ലൊക്കേറ്റഡ് വെരി ഫാർ. ഇനി ഈ സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഒക്കെ ഫിറ്റ് ചെയ്ത് ഒരു ഡാറ്റ യൂണിറ്റ് നെറ്റ്വർക്ക് ലെയറിൽ ഫോം ചെയ്യുമ്പോൾ ആ ഡാറ്റ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് ഡാറ്റ പാക്കറ്റ്സ് അല്ലെങ്കിൽ സിംപ്ലി പാക്കറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഡാറ്റ പാക്കറ്റ് എന്ന് പറയുന്ന പേര് നമ്മൾ യഥാർത്ഥത്തിൽ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് പഠിച്ചല്ലോ. ആ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റിന് കിട്ടുന്നത് നെറ്റ്വർക്ക് ലെയറിൽ വെച്ച് ഡാറ്റ പാക്കറ്റ് എന്നുള്ള പേരാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലോജിക്കൽ അഡ്രസ്സിങ്, ഇനി രണ്ടാമത്തത് റൗട്ടിംഗ് അഥവാ റൂട്ടിംഗ് എന്ന് പറയും. എന്താണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക്സ് ഓർ ലിങ്ക്സ് ആർ കണക്റ്റഡ് ടു ക്രിയേറ്റ് ഇന്റർ നെറ്റ്വർക്ക്സ് or a large network, the connecting device is called routers route or switch the packets to the final destination. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്, വലിയ ഒരു നെറ്റ്വർക്ക് നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഇൻ്റർനെറ്റ് പോലുള്ള ഒരു നെറ്റ്വർക്ക് ഓഫ് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ ഒരു ലാർജ് നെറ്റ്വർക്കിനെ കൺസിഡർ ചെയ്യുക. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ മെനി കമ്പ്യൂട്ടേഴ്സ് അടങ്ങുന്ന വളരെ വ്യാപിച്ച് കിടക്കുന്ന ഒരു നെറ്റ്വർക്ക് എടുക്കുക. ഒരിക്കലും ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ പാക്കറ്റ്സ് ഒറ്റ ട്രാൻസ്മിഷൻ ചാനലിലൂടെ സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തത്തില്ല. നമുക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ലാബിലെ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് അയക്കുന്ന ഡാറ്റ പാക്കറ്റ് ആദ്യം ലാബിൽ നിന്ന് സെർവറിലെത്തും. സെർവർ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഇത് ചേർത്തലയിലെ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ കമ്പ്യൂട്ടറിലെത്തും. ചേർത്തലയിലെ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ നിന്ന് അത് എറണാകുളത്തെത്തും. എറണാകുളത്ത് നിന്ന് ഇതിൻ്റെ മെയിൻ പോയിന്റ് ആയിട്ടുള്ള ചെന്നൈയിലെത്തും. ചെന്നൈയിൽ നിന്ന് ഇത് ഡൽഹിയിലെത്തും. അങ്ങനെ അവിടെ നിന്നാണ് ഇത് ഇന്ത്യക്ക് പുറത്തോട്ട് പോകുന്നത്. ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് ഈ ഡാറ്റ പാക്കറ്റ് പോയിട്ടാണ് ഇത് ഇപ്പം യു കെയിലുള്ള ഒരു മെഷീനിലാണ് എത്തിച്ചേരേണ്ടതെങ്കിൽ എത്തിച്ചേരുന്നത്.
അപ്പോൾ ഇൻ്റർമീഡിയറ്റ് നോഡെന്ന് നമ്മൾ പറയും. ഇൻ്റർമീഡിയറ്റ് നോഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്നാണ് പറയുന്നത്. ഓക്കെ, ആ കമ്പ്യൂട്ടറിൽ എത്തിച്ചേർന്നിട്ട് അവിടെ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് റൂട്ട് ഡെസ്റ്റിനേഷനിലേക്കുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ച് ആ റൂട്ട് വഴി സഞ്ചരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഇത് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരണം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇത് എത്തിച്ചേരും? ഓരോ ഇൻ്റർമീഡിയറ്റ് ഡിവൈസ്, നോർമലി നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഡിവൈസസ് ലാർജ് നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് ഡിവൈസസ് ഇതിനെ വിളിക്കുന്ന പേര് റൗട്ടേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പോൾ റൗട്ടേഴ്സിൽ ഈ പാക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചൊരു റൂട്ട് തിരഞ്ഞെടുക്കണം. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷനിലേക്ക് എളുപ്പം എത്തുന്ന റൂട്ട് ആയിരിക്കും വേണം. അങ്ങനെ ഒരു ഡാറ്റ പാക്കറ്റ് ഈ പറയുന്ന റൗട്ടറിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചൊരു ഡിസിഷൻ എടുക്കണം ഏത് റൂട്ട് ചൂസ് ചെയ്യണമെന്ന്. ആ തീരുമാനം എടുക്കേണ്ടുന്ന റൗട്ടിംഗ് പ്രോട്ടോകോൾസ് റിസൈഡ് ചെയ്യുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഓൾസോ പെർഫോംസ് റൗട്ടിംഗ് ഓഫ് പാക്കറ്റ്സ് വെൻ ദ നെറ്റ്വർക്ക് ലെയർ ഈസ് എ പാർട്ട് ഓഫ് എ റൗട്ടർ. ഒരു റൗട്ടർ എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് കമ്പ്യൂട്ടറിനകത്താണ് ഈ ഡാറ്റ പാക്കറ്റ് എത്തിയെങ്കിൽ ആ റൗട്ടറിലേക്ക് പല വഴികൾ, 10-15 വഴികളുണ്ട് പോകാനായിട്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് വഴി കണ്ടുപിടിച്ചിട്ട് ആ ഡയറക്ഷനിലൂടെ ഈ ഡാറ്റ പാക്കറ്റിനെ അയച്ച് ഡെസ്റ്റിനേഷനിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് എത്തിക്കുന്ന ദൗത്യം ചെയ്യുന്ന ലെയറാണ് നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, അതിനുവേണ്ടി നെറ്റ്വർക്ക് ലെയറിനകത്ത് there exist efficient routing algorithms for this purpose. ഇപ്പോൾ റൗട്ടിംഗ് അഥവാ റൂട്ടിംഗ് എന്ന് പറയുന്ന ജോബ് നെറ്റ്വർക്ക് ലെയർ ചെയ്യാൻ വേണ്ടി നെറ്റ്വർക്ക് ലെയറിൽ ചില നല്ല റൗട്ടിംഗ് അൽഗോരിതംസെ ബേസ് ചെയ്തിട്ടുള്ള റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ഓർ പ്രോഗ്രാംസ് ഉണ്ട്. അതിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഈ ഒരു ഡാറ്റ പാക്കറ്റിനെ നെറ്റ്വർക്ക് ലെയറിൽ വെച്ച് നല്ല റൂട്ട് കണ്ടുപിടിച്ചിട്ട് ആ റൂട്ടിലേക്ക് സ്വിച്ച് ചെയ്ത് വിടുന്നത്. ഓക്കെ, thus the network layer controls the operation of the router subnet. അപ്പോൾ നമ്മൾ പറയും ഈ റൗട്ടർ ടു റൗട്ടർ കമ്മ്യൂണിക്കേഷൻ നടന്ന് പല റൗട്ടറിലൂടെ സഞ്ചരിച്ചിട്ട് വേണ്ട ഇത് ഡെസ്റ്റിനേഷൻ മെഷീൻ്റെ അവിടെ എത്തിച്ചേരാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പുറത്തേക്ക് ചാടുന്ന ഒരു ഡാറ്റ പാക്കറ്റ് ഒരു റൗട്ടറിലെത്തിയാൽ അവിടുന്ന് റൗട്ടർ 2, റൗട്ടർ 3, റൗട്ടർ 500, റൗട്ടർ 600 ഇങ്ങനെ പലതരം റൗട്ടറിലൂടെ കടന്ന് അവസാനം ഒരു റൗട്ടറിൽ എത്തിച്ചേരും. ആ റൗട്ടറിലേക്കായിരിക്കും നമ്മളുടെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ആ റൗട്ടറിൽ നിന്ന് ആ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് പ്രവേശിക്കും. അവിടുത്തെ ഡിവൈസ് ഇത് സ്വീകരിക്കും. എന്നിട്ട് ഇത് കറസ്പോണ്ടിങ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേർക്കും. ഈ ജോലി ചെയ്യുന്ന പിന്നെ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമാണ് നെറ്റ്വർക്ക് ലെയർ എന്ന് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കണം. അപ്പോൾ രണ്ട് ഫംഗ്ഷനായി ലോജിക്കൽ അഡ്രസ്സിംഗ് ആൻഡ് റൗട്ടിംഗ് ആർ പെർഫോംഡ് ബൈ ദ നെറ്റ്വർക്ക് ലെയർ. ഇനി ഈ പറഞ്ഞ സബ്നെറ്റിൻ്റെ ഓപ്പറേഷൻ കൈകാര്യം ചെയ്യുന്നു ഞാൻ കഴിഞ്ഞ പിന്നെ സ്ലൈഡിൽ പറഞ്ഞല്ലോ. നിങ്ങൾ സബ്നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നടുക്കത്തെ ആ ഒരു പിന്നെ റെക്റ്റാങ്കിൾ ഒന്ന് നോക്കിയേ. ലെഫ്റ്റിലും റൈറ്റിലും ഹോസ്റ്റ് എയും ഹോസ്റ്റ് ബിയും ഉണ്ട്. നടുക്ക് ഒരു റൗട്ടർ ടു റൗട്ടർ കമ്മ്യൂണിക്കേഷൻ കാണിച്ചിരിക്കുക. നിങ്ങൾ ഈ ഡയഗ്രത്തിനകത്ത് ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് 3 ലെയർ മാത്രമേ റൗട്ടറിലുള്ളൂ. ഇനി റൗട്ടർ ബി ഒന്ന് നോക്കിയേ, തൊട്ട് വലത്തുവശത്ത് ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക്. ഇത് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഹോസ്റ്റ് എയിൽ നിന്ന് പുറത്തേക്ക് ഫിസിക്കൽ ലെയർ വഴി പുറത്തേക്ക് വരുന്ന ഈ പിന്നെ സിഗ്നൽസ് സഞ്ചരിച്ച് ഒരു റൗട്ടറിൽ എത്തിച്ചേരും. അവിടുത്തെ ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോഴത്തേനും നെറ്റ്വർക്ക് ലെയർ മാത്രം മതി അവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക, റൂട്ട് കണ്ടുപിടിക്കാം. എന്നിട്ട് ഒരു അടുത്ത പല റൗട്ടറിലേക്കുള്ള വഴിയുണ്ടെങ്കിൽ ഒരു പ്രത്യേക റൗട്ടർ ബെസ്റ്റ് ആണെന്ന് മനസ്സിലാക്കി ആ റൗട്ടറിലേക്ക് വീഴുക. ആ റൗട്ടറാണ് വലത്തുവശത്ത് കാണിച്ചിരിക്കുന്നത്, അതിലെത്തിച്ചേരും. അവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും ആ റൗട്ടറിൻ്റെയും ഫിസിക്കൽ ഡാറ്റ ലിങ്ക് നെറ്റ്വർക്ക് ലെയറോട് പ്രവർത്തിച്ചിട്ട് ഈ എത്തിയിരിക്കുന്ന പാക്കറ്റിൻ്റെ വാല്യൂ പരിശോധിച്ചിട്ട് മറ്റൊരു റൗട്ടറിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡെസ്റ്റിനേഷൻ കമ്പ്യൂട്ടറിലേക്കോ ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെയും ഈ ഇൻ്റർനെറ്റ് സബ്നെറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ റൗട്ടർ അടങ്ങുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സബ്നെറ്റ് ബൗണ്ടറി എന്ന് നിങ്ങൾ കാണിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ 2 ഉള്ളൂ. ഇങ്ങനെ 100 കണക്കിന് പിന്നെ റൗട്ടേഴ്സിൻ്റെ കളക്ഷനാണ് ഈ സബ്നെറ്റ് എന്ന് പറയുന്നത്, കമ്മ്യൂണിക്കേഷൻ സബ്നെറ്റ് എന്ന് പറയുന്നത്. ഇവിടെ 2 കാണിച്ചിട്ടുള്ളൂ. അവിടെയും നിങ്ങൾ ഓർത്തണം, ഫിസിക്കൽ ടു ഫിസിക്കൽ, അതായത് ഹോസ്റ്റ് എയിൽ നിന്ന് റൗട്ടറിലേക്ക് നെറ്റ്വർക്ക് ലെയർ ഹോസ്റ്റ് റൗട്ടർ പ്രോട്ടോക്കോൾ ഉണ്ട്. നെറ്റ്വർക്ക് ലെയർ ഹോസ്റ്റും റൗട്ടറും തമ്മിലുള്ള ഡാറ്റ ലിങ്ക് ലെയർ പ്രോട്ടോക്കോൾ ഉണ്ട്. ഫിസിക്കൽ ലെയർ ഹോസ്റ്റും റൗട്ടറും തമ്മിലുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ ഈ ഡയഗ്രാം വളരെ നന്നായിട്ട് പഠിക്കണം. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഓരോ ഡാറ്റ യൂണിറ്റിനും ഓരോ ലെയറിൽ വെച്ച് കിട്ടുന്ന പേരാണ്. ഏറ്റവും താഴെ എന്തുവാ ബിറ്റായിട്ടാണ് പോകുന്നത്, യൂണിറ്റ് ആവുന്നില്ല. തൊട്ട് മേളിലോ ഫ്രെയിം ആയിട്ടാണ് പോകുന്നത്.
നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ ഡാറ്റ യൂണിറ്റ് അഥവാ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റിൻ്റെ പേരെന്തുവാ, പാക്കറ്റ് എന്നുള്ള പേരായി. പിന്നെ എല്ലാം ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ്, സെഷൻ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ്, പ്രസൻറ്റേഷൻ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ്, ഏറ്റവും മേളിൽ APDU അഥവാ ആപ്ലിക്കേഷൻ പ്രോട്ടോകോൾ ഡാറ്റ യൂണിറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫംഗ്ഷൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൺജഷൻ കൺട്രോൾ എന്നുള്ള ഫംഗ്ഷനാണ്. എന്താണ് കൺജഷൻ കൺട്രോൾ? കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഈ സബ്നെറ്റിലൊക്കെ ആണെങ്കിൽ 100 കണക്കിന് പാക്കറ്റ്സ് റൗട്ട് ചെയ്ത് ഒരു കമ്പ്യൂട്ടർ റൗട്ടറിലേക്ക് എത്തിച്ചേരും. കമ്പ്യൂട്ടറായിട്ടുള്ള റൗട്ടർ അല്ലെങ്കിൽ ഹാർഡ്വെയർ ആയിട്ടുള്ള റൗട്ടറിൽ എത്തിച്ചേരും. അപ്പോൾ ടു മെനി പാക്കറ്റ്സ് പ്രസൻറ്റ് ഇൻ ദ സബ്നെറ്റ് അറ്റ് ദ സെയിം ടൈം they will get in one another's way forming a bottle. അവിടെ ഒരു തിക്കും തിരക്കും അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഒരുപാട് പാക്കറ്റ്സുകൾ ഈ റൗട്ടറുകളിൽ എത്തിച്ചേരുകയും എന്നിട്ട് ഒരു റൗട്ടറിൽ നിന്ന് മറ്റൊരു റൗട്ടറിലേക്ക് പോകാൻ ഈ വേവലാതിപ്പെടുകയും ചെയ്യുന്ന ഒരു നേച്ചർ പലപ്പോഴും റൗട്ടർ സബ്നെറ്റിൽ ഉണ്ടാവും. അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടുന്ന ജോലി ഈ പറയുന്ന നെറ്റ്വർക്ക് ലെയറാണ്. ഈ റൗട്ടേഴ്സിലെ നെറ്റ്വർക്ക് ലെയറിൽ കൺജഷൻ കൺട്രോൾ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രോട്ടോകോൾസ് അഥവാ പ്രോഗ്രാംസ് ഉണ്ട്. ഈ കൺജഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ് നിയന്ത്രിക്കും. സെൻറ്ററിലൂടെ പറയും, നിങ്ങൾ അയക്കുന്ന ഡാറ്റയെ ഒന്ന് സ്ലോ ചെയ്യണം. നമ്മൾ മറ്റേ ഫ്ലോ കൺട്രോൾ പഠിച്ചില്ലേ, അതുപോലെ തന്നെ കൺജഷൻ കൺട്രോൾ അവോയ്ഡ് ചെയ്യും. പിന്നെ ബെസ്റ്റ് റൂട്ട് ഒരു റൗട്ടർ തീരുമാനിക്കുന്ന ഇന്നതാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ആ റൂട്ടിലൂടെ ഭയങ്കര ബിസി ആണെങ്കിൽ രണ്ടാമത്തെ ബെസ്റ്റ് റൂട്ടിലൂടെ ഈ പറയുന്ന ഡാറ്റ പാക്കറ്റിനെ അയക്കും കമ്മ്യൂണിക്കേഷൻ സബ്നെറ്റിനകത്ത്. അങ്ങനെയുള്ള കൺജഷൻ കൺട്രോൾ ജോബാണ് അടുത്തതായിട്ട് എനിക്ക് നെറ്റ്വർക്ക് ലെയർ ഫംഗ്ഷനായിട്ട് പറയാവുന്നത്. ഓക്കെ, അപ്പം ഫിസിക്കൽ അഡ്രസ്സിങ് ലോജിക്കൽ അഡ്രസ്സിങ്, പിന്നെ നമ്മൾ നേരത്തെ പഠിച്ച കണക്കുള്ള റൗട്ടിങ്, പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് കൺജഷൻ കൺട്രോൾ എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ഇതിലേക്ക് വരാം. ഇനി ഈ നെറ്റ്വർക്ക് ലെയറിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ പറയുന്ന പാക്കറ്റ്സിനകത്ത് ലോജിക്കൽ അഡ്രസ്സസ് ഫിക്സ് ചെയ്യും എന്നുള്ളത്. ISO OSI മോഡലിൽ ഈ അഡ്രസ്സിനെ സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് മാത്രമേ പറയൂ. നമ്മൾ അടുത്ത ഒരു പ്രോട്ടോക്കോൾ പഠിക്കുന്ന നെറ്റ്വർക്ക് മോഡൽ പഠിക്കുന്ന ഉടനെ ഇതിന് IP അഡ്രസ്സ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ലോജിക്കൽ അഡ്രസ്സ്, സോഴ്സ് അഡ്രസ്സ്, ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അങ്ങനെ 3 ഡിഫറെൻറ്റ് ലെയേഴ്സും അതിൻ്റെ ഫങ്ഷൻസും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പല ആവർത്തി നിങ്ങളിത് കേട്ട് പഠിക്കണം. ബാക്കി ലെയേഴ്സ് അടുത്ത വീഡിയോ ട്യൂട്ടോറിയൽ.